ഇതെന്തങ്ങനെ വരുന്നേ? ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറെന്തൊക്കെ വിശേഷം? സുഖമാണോ? എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ നോൽമ്പുമായി അല്ലേ? നമ്മളെ പാത്ത് നോമ്പ് പിടിച്ചട്ടാ. ഓളും രണ്ടാമത്തെ പിടിച്ച്. ഞാൻ കുടിക്കില്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. വേറെന്താ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. അങ്ങനെ നമ്മളെ ഇന്നും കൂടെ തുറന്നാൽ രണ്ടാമത്തെ നോമ്പായില്ലേ? വേറെ ഒന്നിപ്പം ഉണ്ടാക്കലും ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കലും വേറെല്ലൊന്നുമില്ല. അതിനെക്കൊണ്ടൊന്നും ഉണ്ടാക്കിയിടാനൊന്നുമില്ല. നിങ്ങളോടൊക്കെ രണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എല്ലാവരും ഹലാലായ മുറാദുകളും അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾക്കും സഫലമാക്കി തരട്ടെ. കച്ചവടം കാര്യമൊക്കെ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അല്ലാഹു കച്ചവടത്തിൽ ബർക്കത്തിനെ കൊടുക്കട്ടെ. പിന്നെ വീടില്ലാത്തവർക്കൊക്കെ അല്ലാഹു വീടാക്കി കൊടുക്കട്ടെ. സന്താനങ്ങളില്ലാത്ത ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും അല്ലാഹു ഒരു കുഞ്ഞിക്കാല് സന്താനത്തെ കാട്ടി കൊടുക്കട്ടെ. പിന്നെ പണിയില്ലാത്തവർക്കൊക്കെ പണിയായി കൊടുക്കട്ടെ. കുറേ കച്ചവടക്കാരുണ്ട്, കച്ചവടം ഇല്ലാണ്ട് ബേജാറായി നിൽക്കുന്ന എല്ലാവരും കച്ചവടത്തിലും അല്ലാഹു ബർക്കത്തിനെ കൊടുക്കട്ടെ. എന്ത് കച്ചവടമായി ഹോട്ടൽ പണി എടുക്കുന്നുണ്ട്. ഹോട്ടൽ പണി എടുത്തിട്ട് അവിടെ യാതൊരു പുരോഗതി ഇല്ല, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും, തോർക്കാൻ പറയും. അപ്പം അതിനെക്കൊണ്ട് അള്ളാഹു ഓരോ ഹോട്ടലിലൊക്കെ റഹ്മത്തും ബർക്കത്തും കച്ചവടമൊക്കെ ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും പഠിച്ചോ നല്ലതിനെ കൊടുക്കട്ടെ. എല്ലാവരും മനസ്സിലും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, ആ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. പിന്നെ ആങ്ങളമാർ, അനിയത്തിമാർ, ഞാൻ, ഭർത്താവ്, മക്കൾ, പേരക്കുട്ടികൾ, മരുമക്കൾ, എത്തിമക്കൾ, ലോകത്തിലുള്ള എല്ലാ ഉമ്മത്തിമാരും വിദേശികളും എല്ലാവർക്കും അള്ളാഹു ആയുസ്സും ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. എല്ലാവരും ഉദ്ദേശിച്ച ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞേരെ വേറെ പാട്ടും കൂത്തും അതും ഇതൊന്നും ഇടാൻ കഴിയില്ലല്ലോ. നോമ്പിന് കുറച്ച് നമ്മൾ ഇതാവണ്ടേ. എന്നെക്കൂടെ ഒരുവിധം പാട്ടൊക്കെ പിടിക്കാൻ പറ്റൂല. അപ്പം എന്തെങ്കിലുമൊക്കെ ഇതേമാതിരി വർത്താനം പറഞ്ഞു കാര്യം പറഞ്ഞു ഇങ്ങനെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ പത്ത് ഇങ്ങോട്ട് പോകാൻ കണ്ടോട്ടെ. പാത്തുവിനെ എല്ലാവരും ചോദിക്കൂ, പാത്തു ഇതട്ടാ. പാത്തു ഒരു നോമ്പ് തുറന്ന് രണ്ടാമത്തെ നോമ്പ് പിടിച്ചിരിക്കുന്നു. ഇതാ ഇൻഷാ അല്ലാഹ് ഒന്നും ഇല്ലാണ്ട് വൈകുന്നേരം ആയി കിട്ടട്ടെ. ഓളെപ്പോലെ കുറേ കുട്ടികൾ പിടിക്കുന്നുണ്ടാവും. എല്ലാവർക്കും കൊയ്ക്കും ക്ഷീണവും ഇല്ലാണ്ട് നോമ്പ് മുന്നോട്ട് പോട്ടെ. പാത്തുവിന് മാത്രമല്ല, പാത്തുവിൻ്റെ എന്താണ് പ്രായക്കാരുണ്ട്, അവർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഈ 30 കിട്ടുമെന്ന് അറിയില്ല. ചിലപ്പോൾ 29 കിട്ടുക. എന്നാലും അത് പിടിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോൽപ്പിക്ക് ചെയ്യട്ടെ. ഒരു നോമ്പ് പോലും ഒഴിവാകാതെ ഫുള്ളും പിടിക്കണമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുപോലെ എല്ലാവരുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പം അതല്ല ഓള് ഫുള്ളും പിടിക്കുന്ന പറയുണ്ടായിക്കോട്ടെ. അതുപോലെ എല്ലാവർക്കും ഫുള്ളും പിടിക്കാൻ അള്ളാഹു തോൽപ്പിക്ക് ചെയ്യട്ടെ. അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ മനസ്സിലുള്ള മുറാദുകൾ. അപ്പോൾ അതൊക്കെ അള്ളാഹു സഫലമാക്കി തരട്ടെ. അതിലിടക്ക് യാതൊരു അസുഖങ്ങളും ഇല്ലാണ്ടിരിക്കട്ടെ. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കട്ടെ. എന്തെങ്കിലും അസുഖമോ കാര്യമോ ബുദ്ധിമുട്ടുണ്ടായാലും നമ്മളെ നോമ്പ് പോയി പോകും. അതിനെക്കൊണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നോമ്പ് പിടിക്കാനുള്ള എല്ലാ ഐശ്വര്യവും അള്ളാഹു തരട്ടെ. അവരെ അങ്ങനത്തെ ഒരു അസുഖം ആർക്കും അവരെയും നല്ല കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അസുഖം അള്ളാഹു തരാതെക്കട്ടെ. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമുക്ക് ബേജാറും വിഷമം വന്നു. പഠിച്ചവരൊന്നും എൻ്റെ അനിയത്തി ഒരു ഫോട്ടോ വിട്ട് നിൽക്കുന്നു. തീരെ വയ്യ കുട്ടീൻ്റെ ഉപ്പാക്ക്, കണ്ണിനെന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ബേജാറാവുക. കുറേ നമ്മൾ അറിയുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആൾക്കൊക്കെ ചെയ്യാമായിരിക്കും. എന്നാലും എന്താക്കാനാണ്, എല്ലാവരും എങ്ങനെയെങ്കിലും സഹായിച്ചു കൊടുത്താൽ മതിയെ കണ്ടിട്ട് വല്ലാണ്ട് വിഷമം. അത് ഓരോരുത്തർക്ക് കഴിയണത് എന്തെങ്കിലും ഒരു 100 റുപ്യ 50 റുപ്യ എന്തെങ്കിലുമൊക്കെ കഴിയുന്നവർ തോനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഇത് കിട്ടും, ഹയർ. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഞാൻ പറയാൻ കൊണ്ടുവന്നത് അതല്ല. അതൊക്കെ നോക്കുമ്പോൾ നമുക്കൊക്കെ അത്രയോ ഹയറാണ്. നമുക്ക് അങ്ങനത്തെ ഒരു അസുഖം അല്ലാതെ തന്നില്ല. എന്നെക്കൊണ്ട് വന്ന ഒരു അസുഖം അല്ലാവും മാറ്റി കൊടുക്കട്ടെ. ഇല്ലാത്തവർക്ക് പഠിച്ചവനെ മേലിൽ അങ്ങനത്തെ ഒരു അസുഖം അല്ലാവും തരാതിരിക്കട്ടെ. അങ്ങനെയൊക്കെയാണ് നമ്മളെ ദുആ ഉള്ളത്. നമ്മളെല്ലാവരും ദുആയി എന്ത് പറയുമ്പോഴും എൻ്റെ ലൈവിൽ വരുന്ന കുട്ടികളെല്ലാവരും ആമീൻ പറയും. ആമീൻ എല്ലാവരും അള്ളാഹു സ്വീകരിക്കട്ടെ. ഓരോരുത്തരും മനസ്സിലെ ഉദ്ദേശം വെച്ചിട്ട് ഓരോരുത്തരും
ഓരോന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. പഠിച്ചവനെ അപ്പോൾ അവരുടെ ഉദ്ദേശമൊക്കെ അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. എന്തേ തിരക്കായോ കിടക്കാൻ? സുബിയൊക്കെ നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഓള്. ആ നോക്കണ്ടേ ഈ മോളെ? ഓരോന്നും ഉണ്ടാക്കി തീർക്കണ്ട. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ വർത്താനം. എൻ്റെ ഗെയിമിൽ വരുന്ന മക്കളൊക്കെ നല്ല കുട്ടികളാണ് കേട്ടോ. പഠിത്തവനെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. എൻ്റെ ആങ്ങളമാരെ മാതിരിയും എൻ്റെ മക്കളെ മാതിരി എൻ്റെ പേരക്കുട്ടികളെ മാതിരി ഒക്കെ ഉള്ള ആൾക്കാരാണ് വരുന്നത്. പഠിത്തവനെ അവരെല്ലാവരും ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. പിന്നെ ഇനിയിപ്പോൾ അവരല്ല എൻ്റെ ലൈവ് ആരെന്നെ കാണുകയാണെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ കൂട്ടോ കുടുംബം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്നിൻ്റെ ഇതിൻ്റെ ലിങ്ക് വിട്ടുകൊടുക്കണം. എന്നെങ്കിലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും മുന്നോട്ട് പോയത്. അപ്പോൾ അതിനെക്കൂടി ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ലിങ്കൊക്കെ ഒന്ന് വിട്ടെടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.